സാർ, സി പി എമ്മിനെ എക്കാലവും പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമായിരുന്നു AP സുന്നികൾ. അതായത് കാന്തപുരം വിഭാഗം എല്ലായ്പ്പോഴും സി പി എമ്മിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും അവരെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ പരസ്യമായി സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവരുടെ വിദ്യാർത്ഥി വിഭാഗമുണ്ട്, SSF. അവർക്കൊരു മാസികയുണ്ട്, റിസാല. ഈ റിസാലയിലെ മാഗസിനിൽ സി പി എമ്മിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ലേഖനം വന്നിരിക്കുന്നു. ഇതിൻ്റെ കവർ പേജിൽ കൊടുത്തേക്കുന്നത് ഇത് സി പി എമ്മിൻ്റെ അവസാനത്തെ ബസ്സാണെന്നാണ്. അപ്പോൾ പല വിവാദങ്ങളെയും എടുത്ത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇത് പറയുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനുണ്ടായ തിരിച്ചടി കാരണം ന്യൂനപക്ഷത്തെ ഏതാണ്ട് വിട്ട ഒരു നിലപാടാണ്. അപ്പം ഈ നിലപാടാണ് സി പി എമ്മിനുള്ളത് അല്ലെങ്കിൽ പിണറായിക്കുള്ളതെന്ന് പറഞ്ഞിട്ട് തുടർച്ചയായി വിമർശനം ഉന്നയിക്കുന്നു. അപ്പോൾ തുടർച്ചയായി AP കാന്തപുരം അബൂബക്കർ മുസലിയാരുമായി വേദി പങ്കെടുക്കുന്ന പിണറായി വിജയന് കിട്ടിയ ഏറ്റവും വലിയൊരു തിരിച്ചടിയായിട്ട് തന്നെ ഇതിനെ രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നുണ്ട്. സാർ എങ്ങനെ കരുതുന്നതിനെ? ഓക്കെ, ഇപ്പോൾ പെട്ടെന്ന് പിണറായി വിജയന് അസ്വസ്ഥത ഉണ്ടാക്കിയ ഒരു കാര്യം CPI അദ്ദേഹത്തിന് ഒരു അൾട്ടിമേറ്റം കൊടുത്തായിരുന്നു. അതായത് ഈ പറയുന്ന MR അജിത് കുമാറിനെ മാറ്റുക, അല്ലെങ്കിൽ ഞങ്ങൾ അസംബ്ലിയുടെ മീറ്റിംഗ് നടക്കുമ്പോൾ ഞങ്ങൾ സ്വതന്ത്രമായ നിലപാടെടുക്കും. അത് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ത്രെട്ടായിരുന്നു പിണറായി വിജയൻ. അത് നേരിടാൻ അല്പം ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് കൂടാതെ വേറൊരു കാര്യം, അദ്ദേഹത്തിന് തന്നെ തോന്നി തുടങ്ങി ഈ ന്യൂനപക്ഷങ്ങളെ പിണക്കുന്നുണ്ടോ എന്നൊരു വരാൻ തുടങ്ങി. അപ്പോൾ സാധാരണ രീതിയിൽ CPM ആരെന്ത് പറഞ്ഞാലും അവർ സമ്മതിക്കില്ല. ഇപ്പോൾ എന്ത് പറഞ്ഞാലും അതിനെതിരെ അവർക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നമ്മുടെ ന്യായീകരണ തൊഴിലാളികളൊക്കെ ഉണ്ടല്ലോ, അവർ വെച്ച് അതങ്ങനെ കാര്യം കാണലായിരുന്നു പതിവ്. അപ്പോൾ അതനുസരിച്ച് ഈ MR അജിത് കുമാറിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നിരുന്നു. RSS ആയിട്ടുള്ള കൂടിക്കാഴ്ചയുടെ പ്രശ്നം പറഞ്ഞു, പിന്നെ മാമിയുടെ കൊലപാതകം എന്ന് പറഞ്ഞു, പിന്നെ സ്വർണം പൊട്ടിക്കലിൻ്റെ പ്രശ്നം പറഞ്ഞു, പിന്നെ പൂരം കലക്കലിൻ്റെ പ്രശ്നം പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും എന്തെങ്കിലുമൊക്കെ പേര് പറഞ്ഞ് MR അജിത് കുമാറിനെ അവിടെ തന്നെ ഇരുത്തുക, സംരക്ഷിക്കുക, ഒരു സംരക്ഷണം എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അപ്രോച്ച്. അപ്പോൾ CPIയുടെ ഈ പ്രഖ്യാപനം, CPI വളരെ അൺറിലൻറ്റിംഗ് ആയിട്ട് ഇതിൽ ഇൻസിസ്റ്റ് ചെയ്യുന്നു. കൂട്ടത്തിൽ ഇപ്പോൾ ഈ AP വിഭാഗം സുന്നി, AP കാന്തപുരം, അവർ കൂടി ഈ CPMനെ വിമർശിച്ചത് പിണറായിക്കൊരു ഭീഷണിയായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗൊക്കെ CPM ആയിട്ട് ചേരാത്തപ്പോഴും AP കാന്തപുരം എപ്പോഴും ഇവരുമായിട്ട് യോജിക്കാനായിട്ട് ശ്രമിക്കുകയും AP കാന്തപുരം എന്ത് പറഞ്ഞാലും കഴിയുന്നതും പിണറായി അത് സാധിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. മുസ്ലിം സമുദായത്തിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യുകയാണെങ്കിലും ഈ AP കാന്തപുരം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് കേട്ടു എന്നുള്ള രീതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഈയിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്, അവരുടെ ഒരു പബ്ലിക്കേഷനുണ്ട്, അവരുടെ സ്റ്റുഡൻറ്റ് വിങ് നടത്തുന്നൊരു റിസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് എൻ അറബിക് വേർഡ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന സന്ദേശം അല്ലെങ്കിൽ കത്ത് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. ഒരു കത്ത് കൊടുക്കുന്നതിന് അല്ലെങ്കിൽ സന്ദേശം അയക്കുമ്പോഴേക്ക് അതിന് റിസാല എന്ന് പറയും. അപ്പോൾ അതിൽ വന്ന ചില വിമർശനങ്ങളാണ്. അത് CPMനെ ഭയങ്കരമായിട്ട് കൊണ്ടുള്ള വിമർശനങ്ങളായിരുന്നു. അപ്പോൾ നിശ്ചിത വിമർശനം, ഈ പിണറായി ആർക്ക് വേണ്ടിയുള്ള PR പണിയാണ് നടത്തുന്നതെന്നും പറഞ്ഞ ആ ടോണിലൊരു പിണറായി ആരുടെ PR ആണെന്ന് ചോദിക്കുന്നതിനകത്ത് തന്നെ ഒരു വലിയ കുത്തുണ്ട്. അതെ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. എന്നിട്ട് അവർ പറഞ്ഞത് ഈ രീതിയിൽ CPM മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനി CPMൻ്റെ പൊടി പോലും കാണില്ല എന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഈ ആഭ്യന്തര വകുപ്പിൻ്റെ പ്രവർത്തനത്തിൽ എന്തോ അസ്വാഭാവികതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ രമൺ ശ്രീവാസ്തവനെ അഡ്വൈസറായിട്ട് വെച്ചു. ഈ രമൺ ശ്രീവാസ്തവ മുസ്ലിങ്ങളെ അല്പം വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഫയറിങ്ങിന് ഓർഡർ കൊടുക്കുകയോ ഒരാൾ മരിക്കുകയോ ഏതാണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ആ ഇടയ്ക്ക് ആൾക്കാർ റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കുകയും ചെയ്തു. അതായത് മുസ്ലിമിൻ്റെ ശരീരം എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ വേറെ ചില വാക്കുകൾ കൂടി ഉണ്ടായിരുന്നു. അതായത് മതന്യൂനപക്ഷങ്ങളെ ഒന്ന് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ചില പ്രസ്താവനകൾ, പരാമർശങ്ങൾ. അപ്പോൾ അതിൽ ചില അൺപാർലമെൻ്ററി വേർഡ്സ് ഉണ്ട്, അത് ഞാൻ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എന്തായാലും മുസ്ലിമിൻ്റെ ശരീരം വേണം എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ കൂടെ വേറെയും ചില വേർഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഈ അഡ്വൈസറായിട്ട് വെച്ചത് വാസ്തവത്തിൽ ഒരു മുസ്ലിം വിരുദ്ധമായ നടപടിയാണെന്നാണ് AP കാന്തപുരത്തിൻ്റെ ആ ഗ്രൂപ്പിൻ്റെ ഒരു ആരോപണം. പിന്നെ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാർലമെൻറ്റിൽ ഫെയിലിയർ വന്നതോടുകൂടി പിണറായി വിജയൻ ന്യൂനപക്ഷങ്ങളെ ഉപേക്ഷിക്കുന്ന ഒരു രീതിയിലേക്ക് പോയി. ന്യൂനപക്ഷങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് കൊണ്ടാണ് ബാക്കിയുള്ളവർ മാറി വോട്ട് ചെയ്ത്. മാത്രമല്ല ന്യൂനപക്ഷം സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിക്ക് സീറ്റ് കിട്ടിയില്ല. ഓരോരുത്തരും സീറ്റ് കിട്ടാത്ത ഒരു അവസ്ഥയായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളത്. അപ്പോൾ നമുക്കറിയാമല്ലോ, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആകെ ഒരു സീറ്റ് കിട്ടിയത് തന്നെ അവിടെ
അന്നത്തെ ഉണ്ടായിരുന്ന BJP കാൻഡിഡേറ്റ് ഡോക്ടർ രമണി എന്ന് പറയുന്ന ആൾ 1,00,000 വോട്ട് കൂടുതൽ പിടിച്ചു മുമ്പത്തെ ഇലക്ഷനേക്കാൾ. അതുകൊണ്ടാണ് അങ്ങനെയാണ് ഒരു സീറ്റ് ബൈ ചാൻസ് അവർക്ക് കിട്ടിയത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് പിണറായി വിജയൻ്റെ ആറ്റിറ്റ്യൂഡ് മാറിയെന്നാണ് റിസാലയിൽ പറയുന്നത്. അപ്പോൾ പതുക്കെ ഈ ന്യൂനപക്ഷത്തെ തഴയുന്ന പോലെ കാണിക്കുക, എന്നിട്ട് ഭൂരിപക്ഷത്തിനെ സുഖിപ്പിക്കുക, അപ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് ഇങ്ങോട്ട് കിട്ടും എന്നുള്ള ലൈനിലേക്ക് ഈ പിണറായിയുടെ ആറ്റിറ്റ്യൂഡ് മാറി എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത് ഈ റിസാലയിൽ പറയുന്നത് അജിത് കുമാർ പൂരം കലക്കി, അങ്ങനെ പല കുഴപ്പങ്ങളുണ്ടാക്കി, എന്നിട്ടും എത്ര പറഞ്ഞാലും ഈ പിണറായി വിജയൻ ഒന്നും ചെയ്യുന്നില്ല. അവിടെ ഒരു സീറ്റ് തൃശ്ശൂർ ആദ്യമായിട്ട് BJPക്ക് നേടിക്കൊടുത്തത് അജിത് കുമാറിൻ്റെ ഈ പൂരം കലക്കൽ വഴിയാണ്. എന്നിട്ടും പിണറായി വിജയൻ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് ഈ ന്യൂനപക്ഷങ്ങളോടുള്ള ഒരു വിരോധമാണ് അതുവഴി കാണേണ്ടത് എന്നാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലപ്പുറം ജില്ലയെ പേരെടുത്ത് പറഞ്ഞ് എനിക്ക് വന്നത് ഹിന്ദുവിൽ ഒരു ആർട്ടിക്കിൾ വന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ വളരെയധികം വേദന മുസ്ലിം സമുദായത്തിനുണ്ടായി. ഒരു സമുദായത്തെ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ അവിടെ മലപ്പുറത്ത് ക്രൈം റേറ്റ് കൂട്ടിയാണ് കാണിച്ചിരിക്കുന്നത്. അത് ഈ പിണറായി വിജയൻ്റെ കാലത്ത് എങ്ങനെ ഈ ക്രൈം റേറ്റ് ഇത്ര കൂടി എന്നുള്ളതും ആലോചിക്കേണ്ട വിഷയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാഫിർ സ്ക്രീൻഷോട്ട്, അതും ഈ സീറ്റ് കൂട്ടാനോ അല്ലെങ്കിൽ വോട്ട് കൂട്ടാനോ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അതും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കളിയായിരുന്നു. അതും അറ്റ് ദി കോസ്റ്റ് ഓഫ് മുസ്ലിംസ്. അപ്പോൾ അങ്ങനെ ഈ മുസ്ലിങ്ങൾക്കെതിരെ പിണറായി വിജയൻ തിരിഞ്ഞ ഒരു ലക്ഷണമാണ് ഈ പറയുന്ന റിസാലയിലെ എഡിറ്റോറിയലിൽ അവർ പറഞ്ഞിരിക്കുന്നത്. സാർ, ഇപ്പോൾ ഈ റിസാലയിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഈ പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിനിൽ CPM ഓരോ സമ്മേളനം നടക്കുമ്പോൾ പിണറായി വിജയൻ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ വലിയ ആൾക്കൂട്ടമുണ്ട്, മുസ്ലിം വിഭാഗം കൂട്ടത്തോടെ എത്തി. പക്ഷേ വോട്ട് ചെയ്തപ്പോൾ കൃത്യമായിട്ട് അവർ UDF കൊടുത്ത്. അപ്പം നിങ്ങളങ്ങനെ ഞങ്ങളെ മണ്ടന്മാരാക്കണ്ട, നിങ്ങളെ ഞങ്ങൾ പറ്റിച്ചതാണ്. ഇത് പിണറായി വിജയൻ അല്ലെങ്കിൽ CPM തിരിച്ചറിഞ്ഞപ്പോഴേക്കും യഥാർത്ഥത്തിൽ CPMൻ്റെ വോട്ട് ബാങ്ക് BJPയിലേക്കൊന്ന് വേർതിരിഞ്ഞ് പോയി തുടങ്ങി അല്ലേ? അപ്പോൾ ഈ AP കാന്തപുരം വിഭാഗത്തിന് മനസ്സിലായി ഇനി ന്യൂനപക്ഷങ്ങളുടെ കൂടെ പിണറായി നിൽക്കില്ല, പിന്നെ മുസ്ലിം വിഭാഗത്തെ സംരക്ഷിക്കുന്നില്ല. അപ്പം ഇന്നലെ വരെ കൂടെ നിന്ന് ഞങ്ങൾ ഇപ്പോഴെങ്കിലും കളം മാറ്റിയില്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഇവർ ഒറ്റപ്പെട്ടു പോകും. അതുകൊണ്ടായിരിക്കാം വിദ്യാർത്ഥി മാഗസിനിലൂടെ ഇവർ ഒരു ലേഖനമൊക്കെ അല്ലെ പറയാനുള്ളത് പറയുകയാണ് ശരിക്കും. അപ്പോൾ അങ്ങനെ പിണറായി വിജയൻ അത് തന്നെയല്ല, അൻവറാണെങ്കിലും നിന്ന് എപ്പോഴും കൊട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ CPM. അതെ അതെ. ആദ്യം പുള്ളിക്കാരൻ പറഞ്ഞ പിണറായി വിജയൻ അച്ഛൻ്റെ സ്ഥാനത്താണെന്ന് പറഞ്ഞു. ഇപ്പോൾ ആരുടെ സ്ഥാനത്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം അങ്ങനെ പിണറായി വിജയൻ എന്നെ അദ്ദേഹവും നന്നായിട്ട് കൊട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആയി കഴിഞ്ഞപ്പോൾ പിണറായി വിജയന് എന്തോ ഒരു പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കണ്ടീഷൻ വന്നു. അങ്ങനെയാണ് അദ്ദേഹം MR അജിത് കുമാറിനെ ഇങ്ങനെ ഇപ്പോൾ ആ സ്ഥാനത്തുനിന്ന് മാറ്റിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ഞാൻ പറഞ്ഞില്ല സാറേ, കാലങ്ങളായി ഇപ്പോൾ ഈ തിരുകേശ വിവാദം എന്ന് പറഞ്ഞിട്ടൊരു വിവാദം ഉണ്ട്. അതായത് ഒരു പ്രവാചകൻ്റെ മുടിയാണ് തൻ്റെ കയ്യിലുള്ളതെന്ന് പറഞ്ഞിട്ട് ഈ AP കാന്തപുരം വലിയ സമ്മേളനവും മീറ്റിങ്ങും ഒക്കെ വിളിച്ചു കൂട്ടിയപ്പോൾ അന്ന് ഈ പിണറായി വിജയൻ അതിനകത്ത് പങ്കെടുത്തിരുന്നു. പിന്നീട് അത് വലിയ വിവാദമൊക്കെ മാറി, അത് തെളിയിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പ്രക്ഷോഭം ഉണ്ടായപ്പോൾ പിന്നെ അതങ്ങ് കെട്ടടങ്ങി. പക്ഷേ ഈ കാന്തപുരം AP വിഭാഗം വലിയൊരു ശക്തിയായിട്ട് കോഴിക്കോട്ട് മാറുകയാണ്. അവരവിടെ നോളജ് സിറ്റി എന്ന് പറയുന്നത് വലിയൊരു സംഭവമൊക്കെ സെറ്റ് ചെയ്യുന്നു. അതിനകത്തും ഉദ്ഘാടനത്തിനും ഉൾപ്പെടെയുള്ള പരിപാടി മുഖ്യമന്ത്രി പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും പിണറായി വിജയനെയും CPMനെയും കൃത്യമായി ഉപയോഗപ്പെടുത്തിയ കാന്തപുരം വിഭാഗം ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ CPMൽ നിന്ന് തെന്നി മാറുന്നു. അപ്പോൾ ഇനി ഞങ്ങൾ അവരുടെ കൂടെ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ അവർ പെട്ടെന്ന് കളം മാറ്റുകയാണ്. അപ്പോൾ ഒറ്റയടിക്ക് ഈ പറയുന്ന APയുടെ നിലപാട് ഇതാണെന്ന് അവർക്ക് പറയാൻ പറ്റില്ല. പകരം സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറയുന്ന അവരുടെ വിദ്യാർത്ഥി വിഭാഗത്തിലൂടെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ കൃത്യമായിട്ടൊരു മെസ്സേജ് നൽകുന്നു. ഇതിൽ പണ്ട് മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി പറഞ്ഞിരുന്നുണ്ട് ഇത് വികസനത്തിൻ്റെ ലാസ്റ്റ് ബസ്സാണെന്ന്. കാരണം എല്ലാ വികസന പ്രവർത്തനങ്ങളെയും CPM ഇങ്ങനെ കുളം തോണ്ടുകയും സമരം ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ AP വിഭാഗം അതിന് സമാനമായൊരു പ്രസ്താവന നടത്തുകയാണ്, ഇത് CPMൻ്റെ അവസാന ബസ്സാണ് എന്ന് പറഞ്ഞാൽ ഇനി CPM ഈ ഭരണത്തിലേക്ക് വരില്ല, അല്ലെ കേരളത്തിൽ നിലനിൽക്കില്ല എന്നല്ലേ. അപ്പോൾ ഒരു ശക്തമായ അടി കൊടുത്ത് ഇവരിൽ നിന്ന് വേർപിരിഞ്ഞു പോകാനായിരിക്കുമോ AP വിഭാഗത്തിൻ്റെ നീക്കം? അങ്ങനെ താല്പര്യം ഉണ്ടാവും. കാരണം ഇപ്പോൾ ആകപ്പാടെ പിണറായി വിജയനോട് ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ അൻവറിൻ്റെയും കൂടി നടപടികളൊക്കെ വന്നതോടുകൂടി വളരെ താല്പര്യക്കുറവാണ് പിണറായി വിജയനോട് കാണിക്കുന്നത്. അപ്പോൾ പിണറായി വിജയൻ ഇങ്ങനെ ആടി കളിക്കാൻ ആരുടെ കൂടെ വന്നാലും വോട്ട് കിട്ടുന്നത്, പുള്ളിക്കാരന് വേറെ ഒന്നും പ്രശ്നമല്ല, വോട്ട് കിട്ടാന്നുള്ളതാണ് പുള്ളിയുടെ ഭരണമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മുടെ മുമ്പ് ഒരാളുണ്ടായിരുന്നല്ലോ, ഈ
മദനി. മതി. ആ ആ. ഇപ്പം മദനി മലപ്പുറത്ത് വേദിയിൽ ഒരുമിച്ചിരുന്ന് ഒരുമിച്ചിരുന്ന് അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് പുകഴ്ത്തുകയൊക്കെ ആയിക്കോട്ടെ. അതെ. അതിപ്പം മദനി ആയാലും കുഴപ്പമില്ല, കാന്തപുരം ആയാലും കുഴപ്പമില്ല, ആരായാലും കുഴപ്പമില്ല, വോട്ട് കിട്ടുന്ന നമുക്കും കിട്ടണം വോട്ട്. അത്രേ ഉള്ളൂ, അത്രേ ചിന്തിക്കുന്നത്. ഉള്ളൂ. അപ്പോൾ ഈ മത ന്യൂനപക്ഷ നേതാക്കളെ തീവ്ര നിലപാടുകാരാണെങ്കിൽ പോലും അവരെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇപ്പം മറ്റൊരു ആരോപണം ഉയർന്നു വന്നേക്കുന്നത്, നമുക്കറിയാലോ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന ഇവിടെ നിരോധിക്കപ്പെട്ടു. പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളെല്ലാം അറസ്റ്റ് ചെയ്തു. പക്ഷേ നേതാക്കൾ മാത്രമല്ലോ, അണികളില്ലേ, അവരെവിടെ പോയി? അപ്പോൾ പ്രധാനമായി ഉയരുന്ന ഒരു ആരോപണം, ഇത്തരത്തിലുള്ള അണികൾ നുഴഞ്ഞു കയറിയത് CPM-ലാണ്. ഇത് പിണറായി വിജയനും CPM-ലെ നേതൃത്വത്തിനും ഒക്കെ അറിയാം, പക്ഷെ അവർ മിണ്ടുന്നില്ല. അപ്പോൾ ആ നുഴഞ്ഞു കയറുന്നവരുടെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ളത് ഏതാണ്ട്, അപ്പോൾ ആ നുഴഞ്ഞു കയറിയവരുടെ വോട്ട് പോലും ഇപ്പം CPM-ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കിട്ടിയില്ലല്ലോ. കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഇപ്പൊ ഒരു പുതിയ ലവ് ആരംഭിച്ചിട്ടുണ്ട്, ഹിസ്ബുള്ള. ഇനി അങ്ങനെ തിരിയുമായിരിക്കും അല്ലേ? അല്ല, എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് ഹിസ്ബുള്ളക്ക് വേണ്ടിയിട്ട് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാന്തപുരം വിഭാഗം ഇത്തരത്തിലൊരു വിമർശനം നടത്തുന്ന പിണറായി ഒട്ടും പ്രതീക്ഷ കാണില്ല. ഇനി ഇതിലൊരു റിയാക്ഷൻ എന്തായാലും പിണറായി ഒരു മറുപടി പറയും. ഇന്ന് അല്ലെങ്കിൽ നാളെ കാത്തു വെച്ചിട്ടായാലും ഇത്തരം മറുപടികളൊക്കെ പറഞ്ഞേക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും ഈ വിഷയം ചർച്ച ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.